ഹലോ, അന്ന് വെച്ച റോസാ ചെടിയിലെ റോസാപ്പൂ ഇത്രയും കളർ മാറിപ്പോഴാണ് വെട്ടാൻ പറ്റിയത്. ഇട്ട സമയത്ത് ഒരു ചേച്ചി പറഞ്ഞു തന്നായിരുന്നു, റോസാ ചെടി നടുമ്പോൾ പൂവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടി മാറ്റണത്. അതിന്റെ ഭംഗി കാരണം എനിക്ക് അന്ന് വെട്ടാൻ സാധിച്ചില്ല. രാവിലെ എൻ്റെ പതിവ് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഈ ചെടികളെല്ലാം നനച്ചാണ്. ഇപ്പം ചെടികളേക്കാൾ ഇഷ്ടം എനിക്ക് ഇവിടെ പച്ചക്കറി നട്ട സ്ഥലത്തേക്ക് വരാനാണ്. അന്ന് നട്ട പയറ് ചിലതെല്ലാം മുളച്ചു വന്നു. ഇപ്പതേ തക്കാളി, ചീരയും പയറും ശംഖുപുഷ്പവും മുളകും തൈ എല്ലാമായിട്ട് ഈ ഒരു സ്ഥലം ഇത്രയും ഭംഗിയായി നിൽക്കുന്നു. അടിച്ചുവാരെല്ലാം കഴിഞ്ഞ് വീടിൻ്റെ മുറ്റം ഇങ്ങനെയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എല്ലാം കരിയില കൊണ്ട് നിറയും. കുഞ്ഞിപ്പെണ്ണിനെ രാവിലെ തന്നെ എടുത്തുകൊണ്ട് പൊതിഞ്ഞു നിർത്തിയേക്കണത് ഇന്നലെ മുതൽ ചേച്ചീൻ്റെ പ്രസവരക്ഷ തുടങ്ങി. ചേച്ചി എടുത്ത ഡെലിവറി പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു പോസ്റ്റ് ഡെലിവറി കെയറും. 3 days പോസ്റ്റ് ഡെലിവറി കെയർ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇന്നലെ കുഞ്ഞിപ്പെണ്ണിന് കൺമഷി ഒന്നും ഞങ്ങൾ കൊണ്ടുപോയില്ല. പക്ഷെ ഇന്ന് കൺമഷിയൊക്കെ ആയിട്ടാണ് പോയത്. കുഞ്ഞിൻ്റെ കുളിയെല്ലാം കഴിഞ്ഞാൽ അവൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. ആ സമയത്ത് ഞാൻ കണ്ണൊക്കെ എഴുതി ഉറക്കി കിടത്തിയേക്കണ രംഗമാണ് കാണുന്നത്. ചേച്ചീൻ്റെ കെയറിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു ഓട്ടോ വിളിച്ച് തിരിച്ചും പോരും. ചെറിയൊരു കോൾഡ് ആയതുകൊണ്ടാണ് വോയിസ് ഓവർ ബ്രേക്ക് ചെയ്തിടുന്നത്. അപ്പോൾ താങ്ക് യു.